എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പാഠത്തിൽ ഒരു ടാപ്പ് ഉപയോഗിച്ച് ഒരു എംഎസ് ഫ്ലാറ്റിൽ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ ഫ്ലാറ്റ് ബാറിൽ ഒരു ഇന്റേണൽ ത്രെഡ് അല്ലെങ്കിൽ സ്ക്രൂ ഹോൾ സൃഷ്ടിക്കാനും ഡൈസ് ഉപയോഗിച്ച് പൈപ്പിൽ ഒരു ഔട്ടർ ത്രെഡ് സൃഷ്ടിക്കാനും നമ്മൾ പഠിക്കും. ഈ പാഠത്തിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും. ഒരു സ്ക്രൈബിംഗ് ബ്ലോക്ക് ഉപയോഗിച്ച് ഹോളുകൾ കണ്ടെത്തുക, ഒരു പില്ലർ ഓർ ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഹോളുകൾ കുഴിക്കുക, ഇന്റേണൽ ത്രെഡിങ്ങിനായി ടാപ്പ് ഡ്രിൽ സൈസ് നിർണ്ണയിക്കുക, ഹാൻഡ് ടാപ്പുകളും ടാപ്പ് റേഞ്ചും ഉപയോഗിച്ച് ഇന്റേണൽ ത്രെഡുകൾ നൽകുക, ഹാൻഡ് ടാപ്പുകൾ ഉപയോഗിച്ച് ഇന്റേണൽ ത്രെഡുകൾ മുറിക്കുക, ഡൈസെറ്റ് നൽകുന്ന ഔട്ടർ ത്രെഡ് തിരഞ്ഞെടുത്ത് ഹാൻഡ് ടൂളുകൾ തിരിച്ചറിയുക, പൈപ്പുകൾ നൽകുന്ന എക്സ്റ്റേണൽ ത്രെഡും അതിന്റെ തരങ്ങളും തിരിച്ചറിയുക, വിവിധ ലോക്കിംഗ് ഉപകരണങ്ങൾ ഉപയോഗിക്കുക. ഇതിന് ആവശ്യമായ ഉപകരണങ്ങളും മെറ്റീരിയലുകളും ഇവയാണ്: ഹാൻഡ് ടാപ്പ് സെറ്റ് 1, പൈപ്പ് വൈസ് 1, അളക്കുന്ന ടേപ്പ് 1, ഹാക്സോ ഫ്രെയിമും ബ്ലേഡും 1, ഓയിൽ ക്യാൻ 1, ഡബിൾ എൻഡ് സ്പാനർ 1, റിംഗ് സ്പാനർ 1, എംഎസ് ഫ്ലാറ്റ് ആവശ്യാനുസരണം, എണ്ണ ആവശ്യത്തിന്, കോട്ടൺ മാലിന്യം ആവശ്യാനുസരണം, കോട്ടർ ബോൾട്ടുകളും നട്ടും ആവശ്യാനുസരണം, കോട്ടർ പിന്നുകൾ ആവശ്യാനുസരണം. ഹാൻഡ് ടാപ്പുകൾ ഉപയോഗിച്ച് ഇന്റേണൽ ത്രെഡുകൾ മുറിക്കാൻ നമുക്കിപ്പോൾ പഠിക്കാം. മെറ്റീരിയലിന്റെ വലിപ്പം പരിശോധിക്കുക. മാർക്കിംഗ് മീഡിയ പ്രയോഗിക്കുക. ഡ്രോയിംഗ് അളവുകൾ അനുസരിച്ച് ഫ്ലാറ്റ് ബാറിലെ സ്ക്രൂ ഹോൾ ലൊക്കേഷൻ അടയാളപ്പെടുത്തുക. ഹോളിന്റെ മധ്യഭാഗം ഒരു സെന്റർ പഞ്ച് ഉപയോഗിച്ച് പഞ്ച് ചെയ്യുക. വലിയ ഹോളുകളുടെ പെരിഫറി 60 ഡിഗ്രിക്ക് പ്രിക് പഞ്ച് ഉപയോഗിച്ച് പഞ്ച് ചെയ്യണമെന്നുള്ളത് ശ്രദ്ധിക്കുക. മെഷീൻ വൈസിൽ ജോബ് ശരിയാക്കുക. ഡ്രിൽ ചക്കിൽ 4 മില്ലിമീറ്റർ ഡ്രിൽ ഘടിപ്പിക്കുകയും 4 മില്ലിമീറ്റർ ഡ്രില്ലിനായി സ്പിൻഡിൽ വേഗത ക്രമീകരിക്കുകയും ചെയ്യുക. കാരണം ഇത് എല്ലാ ഹോൾസിനും പൈലറ്റായി ഉപയോഗിക്കാം. തുടർന്ന് 8, 10, 16 മില്ലിമീറ്റർ ഡ്രിൽ ഓരോന്നായി ശരിയാക്കി ജോബ് ഡ്രോയിംഗ് അനുസരിച്ച് ഹോളുകളിലൂടെ ഡ്രിൽ ചെയ്യുക. ഡ്രില്ലിംഗ് സമയത്ത് ഒരു കൂളന്റ് ഉപയോഗിക്കാൻ ഓർമ്മിക്കുക. ഡ്രില്ലിംഗ് മെഷീൻ സ്പിൻഡലിൽ നിന്ന് ടേപ്പർ ഷാങ്ക് ഡ്രിൽ നീക്കം ചെയ്യാൻ ഒരു ഡ്രിഫ്റ്റ് ഉപയോഗിക്കുക. ഡ്രില്ലിന്റെ ഡയമീറ്ററിന് അനുസൃതമായി സ്പിൻഡലിന്റെ RPM ക്രമീകരിക്കുക. ജോലി പൂർത്തിയാക്കി എല്ലാ കോണുകളും ഡീബർ ചെയ്യുക. ഒരു നേർത്ത തോതിൽ എണ്ണ പുരട്ടി മൂല്യനിർണ്ണയത്തിനായി സൂക്ഷിക്കുക. മുന്നറിയിപ്പ്: ഡ്രിൽ ചക്കിലെ ഡ്രിൽ മുറുക്കാൻ ചക്കി ഉപയോഗിക്കുക. അത് നീക്കം ചെയ്യാൻ ഡ്രിഫ്റ്റിൽ ചുറ്റികയിടരുത്. അടുത്തതായി ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് വ്യത്യസ്ത ഡയമീറ്ററുകളുള്ള ഹോളുകൾ ഡ്രിൽ ചെയ്യാൻ നമുക്ക് പഠിക്കാം. സെന്റർ പഞ്ച് ഉപയോഗിച്ച് ഡ്രിൽ ചെയ്യേണ്ട ഹോളിന്റെ മധ്യഭാഗം പഞ്ച് ചെയ്യുക. ഡ്രിൽ വൃത്തിയാക്കാൻ 2 പാരലൽ ബാറുകൾ ഉപയോഗിച്ച് മെഷീനിലെ ജോലി സുരക്ഷിതമായി സജ്ജമാക്കുക. ഡ്രില്ലിംഗ് മെഷീന്റെ സ്പിൻഡലിലേക്ക് ഡ്രിൽ ചക്ക് ഘടിപ്പിക്കുകയും പൈലറ്റ് ഹോളിനായി ഡ്രിൽ ചക്കിൽ 4 മില്ലിമീറ്റർ ഡയമീറ്ററുള്ള ഡ്രിൽ ഘടിപ്പിക്കുകയും ചെയ്യുക. ഉചിതമായ കോൺ പുള്ളികളിൽ ബെൽറ്റ് മാറ്റിക്കൊണ്ട് സ്പിൻഡിൽ വേഗത തിരഞ്ഞെടുക്കുക. 4 മില്ലിമീറ്റർ ഡ്രിൽ ഉപയോഗിച്ച് ആദ്യം എല്ലാ ഹോളുകളും കുഴിക്കുക. 8 മില്ലിമീറ്റർ, 10 മില്ലിമീറ്റർ, 16 മില്ലിമീറ്റർ ഡയമീറ്ററുകളുള്ള ഡ്രില്ലുകൾക്ക് ഇത് ഒരു പൈലറ്റ് ഹോളായി പ്രവർത്തിക്കും. 8 മില്ലിമീറ്റർ ഡ്രില്ലിംഗ് ചെയ്യുക. തുടർന്ന് 10 മില്ലിമീറ്റർ ഹോൾ. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഡ്രില്ലും ഡ്രിൽ ചക്കും നീക്കം ചെയ്യുക. ഡ്രിൽ വൈസിലേക്ക് തുളച്ചു കയറുന്നില്ലെന്ന് ഉറപ്പാക്കുക. തുടർന്ന് ഡ്രിൽ ചക്കിലേക്ക് സുരക്ഷിതമായി ഡ്രിൽ ശരിയായി വയ്ക്കുക. വലിയ ഡയമീറ്റർ ഡ്രില്ലുകൾ കട്ടിയുള്ളതായതിനാൽ ആ ഡ്രില്ലുകളുടെ ഡെഡ് സെന്ററുകൾ സെന്റർ പഞ്ച് മാർക്കുകളിൽ ഇരിക്കാനിടയില്ല. കട്ടിയുള്ള ഡെഡ് സെന്ററുകൾക്ക് മെറ്റീരിയലിലേക്ക് എളുപ്പത്തിൽ തുളച്ചു കയറാൻ കഴിയില്ല. മാത്രമല്ല ഡ്രില്ലിൽ കടുത്ത സ്ട്രെയിൻ ചെലുത്തുകയും ചെയ്യും. തുടക്കത്തിൽ പൈലറ്റ് ഹോളുകൾ കുഴിക്കുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾ മറികടക്കാൻ കഴിയും. ജാഗ്രതയുടെ ഒരു വാക്ക്: വെറും കൈകൊണ്ട് ചിപ്സ് നീക്കം ചെയ്യരുത്. എല്ലായ്പ്പോഴും ബ്രഷ് ഉപയോഗിക്കുക. മെഷീൻ പ്രവർത്തിക്കുന്ന സമയത്ത് ബെൽറ്റ് മാറ്റാൻ ശ്രമിക്കരുത്. ദ്വാരങ്ങളിലൂടെ ടാപ്പ് ചെയ്യുമ്പോൾ ഫോർമുല അല്ലെങ്കിൽ ടേബിൾ ഉപയോഗിച്ച് ടാപ്പ് ഡ്രിൽ വലിപ്പം നിർണ്ണയിക്കുക. തുടർന്ന് അതിനനുസരിച്ച് ഹോൾ കുഴിക്കുക. ഒരു അണ്ടർ സൈസ് ഹോൾ ടാപ്പ് പൊട്ടുന്നതിലേക്ക് നയിക്കുമെന്ന് ഓർമ്മിക്കുക. എളുപ്പത്തിൽ വിന്യസിക്കുന്നതിനൊപ്പം ടാപ്പിൽ നിന്ന് ആരംഭിക്കുന്നതിനായി കുഴിച്ച ദ്വാരത്തിന്റെ അറ്റം ചേംഫർ ചെയ്യുക. വർക്ക് ദൃഢമായും ഹോറിസോണ്ടലായും വൈസിൽ പിടിക്കുക. ജോബിന്റെ മുകൾ പ്രതലം വൈസ് ജോകളുടെ നിരപ്പിൽ നിന്ന് അല്പം മുകളിലായിരിക്കണം. ടാപ്പ് ക്രമീകരിക്കുമ്പോൾ തടസ്സമില്ലാതെ ഒരു ട്രൈ സ്ക്വയർ ഉപയോഗിക്കാൻ ഇത് സഹായിക്കും. ശരിയായ വലിപ്പമുള്ള ടാപ്പ് റേഞ്ചിൽ ആദ്യത്തെ ടാപ്പ് അല്ലെങ്കിൽ ടേപ്പർ ടാപ്പ് ശരിയാക്കുക. റേഞ്ച് വളരെ ചെറുതാണെങ്കിൽ ടാപ്പ് തിരിക്കാൻ കൂടുതൽ ശക്തി ആവശ്യമാണ്. വലുതും ഭാരമേറിയതുമായ റേഞ്ചുകൾക്ക് മുകൾ ഭാഗം തിരിക്കാൻ സാധിക്കില്ല. ഇത് ടാപ്പ് പൊട്ടുന്നതിലേക്ക് നയിച്ചേക്കാം. റെഞ്ച് ഹോറിസോണ്ടൽ പ്ലെയിനിലാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ടാപ്പ് ചാംഫർ ദ്വാരത്തിൽ വെർട്ടിക്കലായി സ്ഥാപിക്കുക. ത്രെഡ് ആരംഭിക്കുന്നതിന് സ്ഥിരമായി താഴേക്ക് സമ്മർദ്ദം ചെലുത്തുക. ടാപ്പ് റെഞ്ച് ക്ലോക്ക് ദിശയിൽ സാവധാനം തിരിക്കുക. ടാപ്പ് റെഞ്ച് മധ്യഭാഗത്തേക്ക് അടുപ്പിക്കുക.
ക്രമീകരണത്തെ തടസ്സപ്പെടുത്താതെ ത്രെഡ് സ്റ്റാർട്ട് ചെയ്യുമെന്നുറപ്പുള്ളപ്പോൾ ടാപ്പിൽ നിന്ന് റെഞ്ച് നീക്കം ചെയ്യുക. പരസ്പരം 90 ഡിഗ്രി അകലത്തിലുള്ള ഒരു ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് ടാപ്പ് വെർട്ടിക്കൽ ആണെന്ന് ഉറപ്പാക്കുക. ആവശ്യമെങ്കിൽ ടാപ്പ് ചെരിവിന്റെ എതിർവശത്ത് കൂടുതൽ സമ്മർദ്ദം ചെലുത്തി തിരുത്തലുകൾ വരുത്തുക. ടാപ്പ് അലൈൻമെന്റ് വീണ്ടും പരിശോധിക്കുക. ഇത് ആദ്യ കുറച്ച് ടേണുകൾക്കുള്ളിൽ തിരുത്തണം. അത് പിന്നെ ചെയ്താൽ ടാപ്പ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ടാപ്പ് വെർട്ടിക്കലായി സ്ഥാപിച്ച ശേഷം താഴേക്ക് സമ്മർദ്ദം ചെലുത്താതെ അറ്റങ്ങളിൽ പിടിച്ചുകൊണ്ട് റെഞ്ച് ചെറുതായി തിരിക്കുക. കൈകൾ ചെലുത്തുന്ന റെഞ്ച് പ്രഷർ നന്നായി ബാലൻസ് ആയിരിക്കണം. ഒരു വശത്തെ ഏതെങ്കിലും അധിക സമ്മർദ്ദം ടാപ്പ് അലൈൻമെന്റ് മാറ്റുകയും ടാപ്പ് തകരാൻ കാരണമാവുകയും ചെയ്യും. ത്രെഡ് മുറിക്കുന്നത് തുടരുക. ഇടയ്ക്കിടെ കാൽഭാഗം പിന്നോട്ട് തിരിയുന്നത് ചിപ്പുകൾ വിഭജിക്കാൻ സഹായിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും റെസിസ്റ്റൻസ് അനുഭവപ്പെടുമ്പോൾ പിന്നിലേക്ക് തിരിയുന്നത് നിർത്തുക. ദ്വാരം പൂർണ്ണമായും ത്രെഡ് ചെയ്യുന്നതുവരെ ത്രെഡ് മുറിക്കുക. ഫ്രിക്ഷനും ചൂടും കുറയ്ക്കുന്നതിന് ത്രെഡ് മുറിക്കുമ്പോൾ കട്ടിംഗ് ഫ്ലൂയിഡ് ഉപയോഗിക്കാൻ ഓർമ്മിക്കുക. ജോബിൽ നിന്ന് ചിപ്പുകൾ നീക്കം ചെയ്ത് ബ്രഷ് ഉപയോഗിച്ച് ടാപ്പ് വൃത്തിയാക്കുക. ജോബ് പൂർത്തിയായിക്കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് പ്ലഗ് ടാപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുക. കാരണം ആദ്യത്തെ ടാപ്പ് ദ്വാരത്തിൽ പൂർണ്ണമായും പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ത്രെഡും മുറിയില്ല. ഈ ജോലികൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇതാ. ടാപ്പ് ചെയ്യേണ്ട ദ്വാരത്തിന്റെ ഡയമീറ്റർ ടാപ്പിന്റെ വലിപ്പവുമായി പൊരുത്തപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുക. ഓരോ ക്വാർട്ടർ തിരിയുമ്പോഴും ചിപ്പ് തകർക്കാൻ പിന്നിലേക്ക് തിരിയുക. ടാപ്പിന്റെ വലിപ്പത്തിന് അനുയോജ്യമായ ഒരു റെഞ്ച് തിരഞ്ഞെടുക്കുക. അടുത്ത ഭാഗത്തിനായി ഗാർഹിക ജലവിതരണത്തിൽ കാസ്റ്റ് അയൺ അല്ലെങ്കിൽ CI വാട്ടർ ലൈനുകൾ ടാപ്പ് ചെയ്യുന്നതിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഒന്നാമതായി ജലവിതരണം ഓഫ് ചെയ്യുക. ടാപ്പ് ചെയ്യുന്നതിനുള്ള സ്ഥാനം അടയാളപ്പെടുത്തുക. അത് മെയിനിന്റെ മുകളിൽ മാത്രമായിരിക്കണം. പൈപ്പ് C ക്ലാമ്പിലേക്ക് റാഷറ്റ് ബ്രേസ് ഘടിപ്പിക്കുക. മാർക്കിംഗ് അനുസരിച്ച് ഡ്രിൽ ഇടുക. ഹാൻഡിൽ കറക്കി മുകളിലെ സ്ക്രൂ മുറുക്കി ദ്വാരം കുഴിക്കുക. റാഷറ്റ് ഡ്രിൽ നീക്കം ചെയ്ത് ഒരു ടേപ്പർ പൈപ്പ് ടാപ്പ് ഉപയോഗിച്ച് ആന്തരിക ത്രെഡുകൾ മുറിക്കുക. ആവശ്യമായ കണക്ഷൻ രൂപപ്പെടുത്തുന്നതിന് ഒരു ഫെറൂൾ ഘടിപ്പിക്കുക. തുടർന്ന് ഫെറൂളിനുള്ളിലെ വാൾവ് തുറന്ന് ക്യാപ്പ് അടയ്ക്കുക. ഇപ്പോൾ വിവിധ ലോക്കിംഗ് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് പഠിക്കാം. ആദ്യ ഭാഗം ലോക്ക് നട്ട് ആണ്. ലോക്കിംഗ് നട്ട് ബോൾട്ടിലേക്ക് ഘടിപ്പിക്കുക. തുടർന്ന് നട്ട് ബോൾട്ടിലേക്ക് ഘടിപ്പിക്കുക. രണ്ടാം ഭാഗം കാസിൽ നട്ടാണ്. നട്ട് ബോൾട്ടിലേക്ക് ഘടിപ്പിക്കുക. തുടർന്ന് നട്ടിന്റെ മുകളിൽ സിലിണ്ടർ കോളറിൽ ഒരു സ്ലോട്ട് മുറിച്ച് കോളറിന്റെ സ്ലോട്ടിലേക്ക് കോട്ടർ പിൻ ഇടുക. അവസാന ഭാഗം സ്ലോട്ടഡ് നട്ടാണ്. ബോൾട്ടിന്റെ മുകൾ അറ്റത്ത് ഒരു സ്ലോട്ട് മുറിക്കുക. തുടർന്ന് നട്ടിലെ സിലിണ്ടർ കോളറിൽ ഒരു സ്ലോട്ട് മുറിച്ച് നട്ടിന്റെയും ബോൾട്ടിന്റെയും സ്ലോട്ടിലൂടെ ഒരു സ്പ്ലിറ്റ് പിൻ ഇടുക. ഒരു ഹാൻഡിൽ ഉപയോഗിച്ച് റാഷറ്റ് ടൈപ്പ് ഡൈ സ്റ്റോക്ക് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. ഒരു കൂട്ടം ഡൈകൾ തിരഞ്ഞെടുക്കുക. ഒരു റാഷറ്റ് ടൈപ്പ് ഡൈ സ്റ്റോക്ക് തിരഞ്ഞെടുക്കുക. അഡ്ജസ്റ്റ്മെന്റ് ലിവർ തുറക്കുക. 0 സെറ്റിംഗ് മാർക്ക് 0 ഡൈ സ്റ്റോക്ക് യോജിപ്പിക്കുക. തുടർന്ന് യഥാക്രമം ഡൈ സ്റ്റോക്കിലെ സംഖ്യ അനുസരിച്ച് 4 ഡൈകൾ ചേർക്കുക. ഡൈയുടെ മുകൾ അറ്റത്ത് നമ്പർ അത് സ്ഥാപിക്കേണ്ട സ്ലോട്ടിന്റെ നമ്പറുമായി പൊരുത്തപ്പെടുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഡൈസ് ശരിയായ സ്ഥാനത്തിരിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഒരു പൈപ്പ് വൈസിൽ പൈപ്പ് കറങ്ങുന്നത് തടയാൻ മുറുകെ പിടിക്കുക. പൈപ്പിന്റെ പ്രൊജക്ഷൻ 150 to 250 മില്ലിമീറ്ററിനുള്ളിലാണെന്ന് ഉറപ്പാക്കുക. സെൽഫ് സെന്ററിംഗ് പൈപ്പ് ഗൈഡ് തുറന്ന് പൈപ്പിന്റെ അറ്റത്ത് സ്റ്റോക്ക് സ്ലൈഡ് ചെയ്യുക. സ്ലൈഡിങ്ങിനായി പൈപ്പ് ഗൈഡ് ശരിയായി ക്രമീകരിച്ചിരിക്കുന്നു. തുടർന്ന് ഫിറ്റ് ചെയ്ത പൊസിഷനിൽ ലോക്ക് ചെയ്യുക. ത്രെഡ് ചെയ്യേണ്ട ഭാഗത്ത് കട്ടിംഗ് ലൂബ്രിക്കന്റ് പുരട്ടുക. GI പൈപ്പുകൾ ത്രെഡ് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും ലൂബ്രിക്കേഷൻ ഓയിൽ ഉപയോഗിക്കുക. സ്റ്റോക്കിൽ അല്പം മർദ്ദം ചെലുത്തുക. ഹാൻഡിൽ പൈപ്പ് ആക്സിസിൽ റൈറ്റ് ആംഗിളിൽ വയ്ക്കുക. പൈപ്പിലേക്ക് ഡൈകൾ മുറിക്കുമ്പോൾ തള്ളുന്നത് നിർത്തുക. ഹാൻഡിൽ മുകളിലേക്കും താഴേക്കും ചലിപ്പിച്ചുകൊണ്ട് റൊട്ടേഷൻ തുടരുക. ആദ്യത്തെ ത്രെഡ് മുറിച്ച ശേഷം പൈപ്പിലേക്ക് ലൂബ്രിക്കന്റ് പുരട്ടുക. ഹാൻഡിലുകൾ ക്ലോക്ക് വൈസ് ദിശയിൽ കറങ്ങുന്നത് തുടരുക. പൈപ്പ് ത്രെഡിന്റെ നീളം പരിശോധിക്കുക. ത്രെഡിന്റെ നീളം സോക്കറ്റിലേക്കോ കപ്ലിംഗിലേക്കോ പകുതിയായി യോജിപ്പിക്കാൻ പര്യാപ്തമാണെന്ന് ഉറപ്പാക്കുക. ഡൈ സ്റ്റോക്കും ഡൈ സ്റ്റിക്കും ഉണ്ടെങ്കിൽ ചിപ്പുകൾ തകർക്കാൻ സ്റ്റോക്ക് ആന്റി ക്ലോക്ക് ദിശയിലേക്ക് തിരിക്കുക. തുടർന്ന് റാഷറ്റ് നോബ് മാറ്റുക. ഹാൻഡിൽ എളുപ്പമാക്കുക. സ്റ്റോക്ക് പൈപ്പിൽ നിന്ന് പുറത്തു വരുന്നതുവരെ സ്റ്റോക്ക് ആന്റി ക്ലോക്ക് ദിശയിലേക്ക് തിരിക്കുക. ഒരു വയർ ബ്രഷ് ഉപയോഗിച്ച് ത്രെഡ് വൃത്തിയാക്കുക. പൈപ്പ് സ്റ്റോക്കിന്റെ അറ്റത്തിനപ്പുറത്തേക്ക് 1-2 ത്രെഡുകൾ നീളുന്നതുവരെ ഒരു ത്രെഡ് ഉണ്ടാക്കുക. സ്റ്റോക്ക് നീക്കം ചെയ്ത് ക്വിക്ക് റിലീസ് ലിവർ പ്രവർത്തിപ്പിച്ച് ഒരു വയർ ബ്രഷ് ഉപയോഗിച്ച് ത്രെഡ് വൃത്തിയാക്കുക. സ്റ്റാൻഡേർഡ് ഫിറ്റിംഗ് ഉപയോഗിച്ച് ത്രെഡിന്റെ രൂപീകരണം പരിശോധിക്കുക. ത്രെഡ് വളരെ ഇറുകിയതാണെങ്കിൽ ടൈസ് ക്രമീകരിച്ചുകൊണ്ട് പ്രവർത്തനം ആവർത്തിക്കുക.
ഇപ്പോൾ 2 ഹാൻഡിൽ സ്റ്റോക്കും ഡൈസ് റാഷറ്റ് ടൈപ്പും ഉപയോഗിച്ച് നമുക്ക് നോക്കാം. വൈസ് തുറന്ന് പൈപ്പ് വൈസിലേക്ക് പൈപ്പ് തിരികുക. തുടർന്ന് പൈപ്പ് അടച്ച് മുറുക്കുക. സെൽഫ് സെന്ററിംഗ് പൈപ്പ് ഗൈഡ് തുറന്ന് പൈപ്പിന്റെ അറ്റത്ത് സ്റ്റോക്ക് സ്ലൈഡ് ചെയ്യുക. ശരിയായ സ്ലൈഡിങ്ങിനായി പൈപ്പ് ഗൈഡ് ക്രമീകരിക്കുക. തുടർന്ന് നിറയ്ക്കുകയും സ്ഥാനത്ത് ലോക്ക് ചെയ്യുകയും ചെയ്യുക. ത്രെഡ് ചെയ്യേണ്ട ഭാഗത്ത് ഒരു കട്ടിംഗ് ലൂബ്രിക്കന്റ് പ്രയോഗിക്കുക. തുടർന്ന് സ്റ്റോക്കിൽ കനത്ത മർദ്ദം ചെലുത്തുക. 2 ഹാൻഡിലുകളും റൈറ്റ് ആംഗിളിൽ പൈപ്പ് ആക്സിസിൽ വയ്ക്കുക. ഹാൻഡിൽ ക്ലോക്ക് കനത്ത മർദ്ദത്തോടെ പൈപ്പിലേക്ക് ഒരു പ്ലെയിൻ റൈറ്റ് ആംഗിൾ പൈപ്പ് ആക്സിസിലേക്ക് തിരിക്കുക. പൈപ്പിൽ ഒരു ലൂബ്രിക്കന്റ് പുരട്ടുക. ഹാൻഡിൽ ക്ലോക്ക് ദിശയിൽ കറങ്ങുന്നത് തുടരുക. ഒരു സ്റ്റോക്ക് ഉപയോഗിച്ച് പൈപ്പ് ത്രെഡിന്റെയും നീളം പരിശോധിക്കുക. സ്റ്റോക്ക് നീക്കം ചെയ്ത് ഡൈ ചെയ്ത് ഒരു വയർ ബ്രഷും തുണിയും ഉപയോഗിച്ച് ത്രെഡ് വൃത്തിയാക്കുക. ഈ പാഠത്തിൽ ഒരു സ്ക്രൈബിംഗ് ബ്ലോക്ക് ഉപയോഗിച്ച് ദ്വാരങ്ങൾ കണ്ടെത്തുക. ഒരു പില്ലർ ഓർ ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ദ്വാരങ്ങൾ കുഴിക്കുക. ഇന്റേണൽ ത്രെഡിങ്ങിനായി ടാപ്പ് ഡ്രിൽ വലിപ്പം നിർണ്ണയിക്കുക. ഹാൻഡ് ടാപ്പുകളും ടാപ്പ് റെഞ്ചും ഉപയോഗിച്ച് ഇന്റേണൽ ത്രെഡുകൾ നൽകുക. ഹാൻഡ് ടാപ്പുകൾ ഉപയോഗിച്ച് ഇന്റേണൽ ത്രെഡുകൾ മുറിക്കുക. ഡൈസെറ്റ് നൽകുന്ന ബാഹ്യ ത്രെഡ് തിരഞ്ഞെടുത്ത് ഹാൻഡ് ടൂളുകൾ തിരിച്ചറിയുക. പൈപ്പുകൾ നൽകുന്ന ബാഹ്യ ത്രെഡും അവയുടെ തരങ്ങളും തിരിച്ചറിയുക. വിവിധ ലോക്കിംഗ് ഉപകരണങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.